തിരിഞ്ഞോക്കിയിട്ട് വാഹനം ഓടിച്ചാൽ പെട്ടെന്ന് ഖബറിലെത്തും. അതുകൊണ്ടാണ് മുന്നിൽ ഒരു കണ്ണാടി വെച്ചിട്ടുള്ളത്. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുമ്പോ തന്നെ പിന്നെ അറിയണം, ഏത് വണ്ടി വരുന്നു എന്നറിയണം. അതിനല്ലേ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മുന്നിൽ കണ്ണാടി വെച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അവിടുന്ന് മുന്നോട്ട് നോക്കി നിസ്കരിക്കുമ്പോൾ പിന്നിലുള്ളതും കൂടി കാണും. അവിടുന്ന് പറയുന്നു, ഇന്നീ ലാ യഖ്ഫാ അലയ്യ സ്വലാത്തുക്കും വലാ ഖുശൂഉക്കും. നിങ്ങളെ നിസ്കാരം എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ ഭയഭക്തി എനിക്ക് അവ്യക്തമല്ല. ഇന്നീ അറാക്കും മിൻ വറാഇ, എനിക്ക് നിങ്ങളെ പിന്നിലും കാഴ്ചയുണ്ട്. മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നത് പോലെ പിന്നിലുള്ളവരെയും കാണാൻ കഴിയുന്നുവെന്ന് മാത്രമല്ല, പിന്നിലുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി പോലും എനിക്കറിയാം. സുഹൃത്തുക്കളെ, പിന്നെ പറയണോ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കിടക്കുന്നു. പക്ഷേ ഉള്ളാളത്ത് നടക്കുന്ന ഉറൂസ് അവിടുന്ന് കാണുന്നു, അവിടുന്ന് അറിയുന്നു. അവിടുത്തേക്ക് സ്ഥലവും സമയവും വ്യത്യാസമില്ല. അതുകൊണ്ടല്ലേ ബുഖാരിയിൽ തന്നെ കാണാം, ഞാനിപ്പോൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അതേപോലെ മറ്റൊരു ഹദീസ് കാണാം, ഞാൻ ഈ അടുത്ത് സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ഒരാളൊരു പശുവിനെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോ അദ്ദേഹം പശുവിന്റെ പുറത്തങ്ങ് കയറി. പശുവിന്റെ പുറത്ത് കയറി സംസാരിക്കുമ്പോ പശു അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞങ്ങളെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല. പശുക്കളെ പഠിച്ച് പുറത്തു കയറി പോകാനല്ല, അത് കൃഷിയുടെ ആവശ്യത്തിനും പാലിനും അതുപോലെ മാംസത്തിനും അങ്ങനത്തെ ആവശ്യത്തിനാണ്. പുറത്തു കയറി പോകാൻ ഒട്ടകവും കുതിരയൊക്കെയാണ്. ഞങ്ങളെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ബഖറത്തുൻ തകല്ലമു, പശു സംസാരിക്കുകയോ? അവരെ കാലത്ത് ഈ ടൈപ്പ് റിക്കാർഡും CD ഒന്നും ഇല്ലാത്ത കാലമാണ്. അന്ന് മനുഷ്യന്മാര് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പൊ ജീവനില്ലാത്ത ഈ ടൈപ്പ് റിക്കാർഡും സുബ്ഹാനല്ലാഹ് ചെറിയ ഒരു നഖം പോലത്തെ സാധനം, ഒരു മെമ്മറി കാർഡ്, അത് തന്നെ എത്രേ. ഞാൻ വയത് പറഞ്ഞാലും 2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ 1.5 മണിക്കൂർക്ക് വയത് അറിയാം. ഈ മെമ്മറി കാർഡ് ഒരൊറ്റ നൃത്തത്തിൽ 250 മണിക്കൂർ 300 മണിക്കൂർ വയത് അറിയാം. അങ്ങനത്തെ കാലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് പശു സംസാരിക്കാന്ന് പറഞ്ഞാൽ വലിയ അത്ഭുത. അപ്പൊ ചോദിച്ചു, ബഖറത്തുൻ തകല്ലമു, പശു സംസാരിക്കുകയോ? അപ്പൊ അവിടുത്തെ മറുപടി, ആമന്തു അന വഅബൂബക്കറിൻ വഉമർ വമാ ഹുമാ സമ്മ. ആ സദസ്സിൽ അപ്പോൾ ഇല്ലാത്ത 2 ആളുകളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്, അബൂബക്കറും ഉമറും വിശ്വസിച്ചിട്ടുണ്ട്. അവർ 2 ആളും അവിടെ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സദസ്സിലുള്ളവരെ മനസ്സ് മാത്രമല്ല, വേറെ നാട്ടിൽ വേറെ സ്ഥലത്തുള്ളവരുടെ മനസ്സിലുള്ളത് കൂടി അറിയാൻ സാധിക്കും, എല്ലാം അറിയാൻ കഴിയും. ആ നിലക്കുള്ള അറിവും കാഴ്ചയും അല്ലാഹു തആല നൽകിയിട്ടുള്ള നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, മദീനയിലേക്ക് അതിനു മുമ്പ് വന്ന പലരുമുണ്ട്, അതിനുശേഷം വന്നവരുമുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് വന്നവരുണ്ട്. ഓ സഹോദരിമാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ ചെറിയ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവിന്റെ കൂടെ വരുമ്പോൾ വല്ലാതെ ശത്രുക്കൾ ശല്യം ചെയ്തില്ലേ? കുഞ്ഞിന്റെ കൈ പിടിച്ച് ശത്രുക്കൾ പറിച്ചില്ലേ? ഭർത്താവിനെ മാത്രം മദീനയിലേക്ക് അയച്ചില്ലേ? മഹദി എത്രയോ ദിവസം കരഞ്ഞിരുന്നില്ലേ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചില്ലേ? എന്തിന് നാടും വീടും വിട്ട് ഭർത്താവിന്റെ കൂടെ പോകാൻ അനുവദിച്ചില്ല ശത്രുക്കൾ. അങ്ങനെയെല്ലാം പ്രയാസപ്പെട്ട് ഹിജ്റ പോയവരുണ്ട്,
ഇരിക്കട്ടെ, കൂട്ടത്തിൽ ഒരു വ്യക്തി ഹിജറ പോകുന്ന സമയത്ത് അതാ ഒരു വിവാഹം കഴിക്കണം. ഹിജറ പോയാൽ ഉമ്മു ഖൈസിനെ വിവാഹം കഴിക്കാൻ പറ്റും എന്ന ഒരു ഹലാലായ കാര്യം കൂടി മനസ്സിൽ കരുതിപ്പോയി. ഹലാലായ ഒരു കാര്യം തെറ്റൊന്നുമല്ലല്ലോ വിവാഹം കഴിക്കൽ. അതെ, ഉറൂസിന് പോയാൽ അവിടുന്ന് ചന്തയെന്നൊരു സാധനം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു വന്ന പെണ്ണുങ്ങളില്ലേ? അല്ലെങ്കിൽ അതാ ചന്തയിൽ നിന്ന് ഇന്ന ഒരു സാധനം വാങ്ങാമെന്ന് ഉദ്ദേശിച്ച് വന്ന ആണുങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അത് ഹലാലായ സംഗതിയല്ലേ? ഒരു വള വാങ്ങിയാൽ എന്താ പെണ്ണുങ്ങള്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹലാലായത് വാങ്ങിയാൽ എന്താ? പക്ഷെ ആണുങ്ങളുടെ കൂടെ കൂടിക്കലർന്നുകൊണ്ട് സഞ്ചരിക്കല്ലേ ഉമ്മമാരെ? ആണുങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടും കൂടിക്കലർന്നുകൊണ്ട് സിയാറത്ത് ചെയ്യല്ലേ ഉമ്മമാരെ? ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഒരു സദസ്സിലും പങ്കെടുക്കല്ലേ ഉമ്മമാരെ? അത് നല്ല കാര്യമല്ല, അപകടം പിടിച്ച സംഗതിയാണ്, അപകടം പിടിച്ച കാര്യമാണ്. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലം തന്നെ ഒരുക്കിയിട്ടില്ലേ? ആ ഭാഗത്ത് നിന്ന് പുരുഷന്മാരുള്ള മേഖലയിലേക്ക് സ്ത്രീകൾ ഇറങ്ങാൻ പാടില്ല, സ്ത്രീകളുള്ള മേഖലയിലേക്ക് പുരുഷന്മാര് കയറാനും പാടില്ല. അതെല്ലാം അതിന്റെ ആദാബുകളാണ്. ബീബി ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാൻ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നെന്റെ ഭർത്താവാണ്, ഒന്നെന്റെ പിതാവാണ്. അവർ രണ്ടാളും മാത്രം ഖബറിൽ കിടക്കുന്ന സമയത്ത് ഞാൻ സിയാറത്തിന് പോകുമ്പോ എന്റെ മുഖം മറച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞാൻ നോക്കാറില്ല. കാരണം അവിടെ കിടക്കുന്നത് ഒന്നെന്റെ ഭർത്താവാണ്, ഒന്നെന്റെ ബാപ്പയാണ്. അവർക്ക് എന്റെ മുഖം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ, അവരെ സമീപത്ത് പോയി ഞാൻ നിൽക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അവരെ കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കൂടി അവിടെ മറവ് ചെയ്തപ്പോ ഞാൻ എന്റെ ശരീരം പൂർണ്ണമായി മറക്കാതെ ഞാൻ ആ സിയാറത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഖബറിൽ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്യപുരുഷനാണല്ലോ. അന്യപുരുഷനായ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് എന്നെ കാണാൻ വകുപ്പുണ്ടാകരുതല്ലോ. എങ്കിൽ പിന്നെ ചോദിക്കട്ടെ, ഖബറിലുള്ള ഒരാൾ ഇങ്ങോട്ട് കണ്ടാൽ, പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള മഹാന്മാരായ ഒരു വ്യക്തി കണ്ടാൽ അതുകൊണ്ടൊരു കുഴപ്പവും വരാനില്ല എന്നുറപ്പല്ലേ? എങ്കിൽ പിന്നെ ഈ ആഖിർ സമാനിലുള്ള യുവാക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് സുബ്ഹാനല്ലാഹ് യുവാക്കളോട് കൂടെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളല്ല, ഭൂമി ലോകത്ത് കിടക്കുന്ന എല്ലാ വികാര വിചാരങ്ങളുമുള്ള പുരുഷന്മാരെ സമീപത്തേക്ക് സ്ത്രീകൾ വന്ന് നിൽക്കുന്നതും നോക്കുന്നതും കാണിക്കുന്നതും കാണുന്നതുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പറ്റാത്ത പണിയല്ലയോ? അതുകൊണ്ട് അള്ളാഹ് അനുവദിക്കാത്ത നിലക്കാരും മഹാന്മാരെ മഖ്ബറയിൽ വരരുത്. അള്ളാഹു അനുവദിക്കാത്ത നിലക്കൊരു കാര്യവും നമ്മൾ ചെയ്തേക്കരുത്. അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ സാമ്പത്തിക ലാഭമോ, കാര്യലാഭമോ, സ്ഥാനമോഹമോ, ഇഖ്ലാസില്ലാത്ത എന്തെങ്കിലും ചിന്തകളോ നമ്മളെ ഖൽബിൽ ഒരു സൽക്കർമ്മം കൊണ്ടും വന്നു പോകരുത്. അള്ളാഹുവിന്റെ പൊരുത്തമേ. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഹദീസ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം അതാ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം കരുതി ആരാണോ ഹിജ്റ വന്നത്, നാടും വീടും വിട്ട് വന്നത്, അവർക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തമാണ്. അതേ സമയത്ത് ആരെങ്കിലും ദുന്യാവിന്റെ കാര്യലാഭം വെച്ചുകൊണ്ട് ലാഭമുണ്ടാക്കണമെന്നുദ്ദേശിച്ചോ, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ പെണ്ണ് കെട്ടണമെന്ന നിലയ്ക്ക് വിവാഹം ഉദ്ദേശിച്ചോ വല്ലവരും നാടും വീടും വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റക്ക് അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തമല്ല പ്രതിഫലം, മറിച്ച് ആ കാര്യലാഭമാണ്, ആ വിവാഹം നടക്കലാണ്. സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാരുടെ മനസ്സിൽ ഇഖ്ലാസിനെതിരായ തെറ്റൊന്നുമല്ലെങ്കിലും ഹലാലാണെങ്കിലും അള്ളാന്റെ പൊരുത്തം മാത്രം കരുതി പോകേണ്ടുന്ന ഹിജ്റ, അതിൽ മറ്റൊന്ന് കരുതിയപ്പോൾ ഹബീബായ നബി തങ്ങൾ തിരുത്തുകയാണ്, ശിഷ്യന്മാരുടെ മനസ്സ് ക്ലിയർ ആക്കുകയാണ്. സുഹൃത്തുക്കളെ,
ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ ഫലം കിട്ടുള്ളൂ. ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ആ പൊരുത്തമുള്ളവർക്കാണ് ദുനിയാവ് ലഭിക്കുന്നത്, അവർക്ക് തന്നെയാണ് ആഖിറൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളെ റബ്ബ് എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ, സുമ്മസ്തഖാമൂ, പിന്നെ നേരെ ചൊവ്വേ നടന്നവർ, അവർ ഒരു ഹറാമിനും അനുകൂലിക്കുന്നില്ല, ഒരു ഹറാമും പ്രവർത്തിക്കുന്നില്ല, അവരതാ ഒരു ഉജൂബും കൈയൊഴിക്കുന്നില്ല, ഒരു സുന്നത്തും അവഗണിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ സമീപത്ത് മലക്കുകൾ ഇറങ്ങുന്നു. കണ്ടില്ലേ നിങ്ങൾ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മലക്കുകൾ ഇറങ്ങിയില്ലേ, കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തില്ലേ? അതേ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞവർ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുന്ന, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പൂർണ്ണമായി ഫോളോ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയും നരകത്തിലില്ല എന്ന് മലക്ക് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? മഹാന്മാരുടെ സമീപത്ത് മലക്കുകൾ ഇറങ്ങും. അല്ലാഹ് പറയാണ്, അതേ, നേരെ നേരെ ഇസ്തിഖാമത്തോടെ നടന്നവർ. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഇസ്തിഖാമത്ത് ഞാൻ പറയണോ? ഇന്ന് കള്ളത്തരീഖത്തുകാരുള്ള കാലമാണ്, വ്യാജ ശൈഖന്മാരുള്ള കാലമാണ്, ഇത് ആഖിർ സമാനാണ്. അന്യ പെണ്ണ് വന്ന് കൈ പിടിക്കുമ്പോ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ശൈഖന്മാരില്ലേ? അന്യ പെണ്ണ് വന്ന് കൈ പിടിച്ച് ചുംബിക്കുമ്പോ ആ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് സ്വന്തം കൈ കൊടുക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ ശഹവത്തിന് വേണ്ടി ഉപയോഗിച്ച് ഞാനും വലിയ ശൈഖാണെന്ന നിലയ്ക്ക് ഇരിക്കുന്ന എത്രയോ വ്യാജന്മാരില്ലേ? അവരെയൊക്കെ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ കണക്കിന് കശക്കിയിട്ടുണ്ടോ. നീ തീയിന്റെ മേലെ തീ കത്തിക്കുന്നവനാണ്, നീ ഞാൻ വലിയ ശൈഖാണെന്നും പറഞ്ഞിട്ട് നീ അതാ ശഹവത്തിന്റെ പിന്നാലെ നടക്കുകയാണെന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അത്തരത്തിലുള്ള വ്യാജ ശൈഖന്മാരെ കണക്കിന് കശക്കിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അതാ തഖഉദു മഅൻ നിസ്വാനിൽ അജാനിബി, അതാ നീ അന്യ സ്ത്രീകളെ കൂടെ ഇരിക്കുകയാണല്ലേ? അതുപോലെ തന്നെ അന്യരായ സ്ത്രീകളെ കൂടെ ഇരിക്കുന്നതിന്റെ പുറമേ നീ അതാ കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ കൂടെ ഇരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, കേടോ, നീ തീയിന്റെ മേലെ തീ കത്തിക്കുകയാണ്, നീ ശഹവത്ത് വർദ്ധിപ്പിക്കുകയാണ്. നിനക്ക് തഖ്വയല്ല വർദ്ധിക്കാൻ പോകുന്നത്, ഔലിയാക്കളെ വഴിയിലല്ല നീ കടക്കാൻ പോകുന്നത്, നീ ശൈത്താന്റെ വഴിയിലാണ് കടക്കാൻ പോകുന്നത്. ആദ്യമായി ഉണ്ടാകേണ്ടത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൽപ്പിച്ചതുപോലെ നടക്കലാണ്, അല്ലാഹ് കൽപ്പിച്ചതുപോലെ നീങ്ങലാണ്. എനിക്ക് അടുത്ത് മലപ്പുറം ജില്ലയിൽ 3 ദിവസത്തെ വയത്, അല്ല 3 പരിപാടി, ഒരു ദിവസം 3 പരിപാടി, ആളുകളെ നിർബന്ധം കൊണ്ട് ഏറ്റതാ. അപ്പൊ ഒരാൾ വിളിച്ച് ചോദിച്ചു, ഉസ്താദ് ഇവിടെ വരാൻ വൈകിപ്പോലോ, അതുകൊണ്ട് മറ്റേതില്ല ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ആയിക്കൂടെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഹലാലാവോ? അത് ഹലാലാവോ? വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ, വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ, അല്ലെങ്കിൽ ഹലാലാവോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹലാലല്ലാത്ത പണിയെടുക്കാൻ പറ്റുമോ? അപ്പൊ ഇസ്തിഖാമത്ത് വേണം, ഏത് വിഷയവും നേർക്ക് നേരെ ചെയ്യണം. സുമ്മസ്തഖാമു, എവിടെയും എപ്പോഴും. അങ്ങനെ ഇസ്തിഖാമത്തോടെ നടന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങുമെന്ന് ഖുർആൻ. അത് ജീവിതകാലത്തും ഇറങ്ങും, മരണത്തിനു ശേഷവും ഇറങ്ങും, മരിക്കുമ്പോഴും ഇറങ്ങും. വെറും മരിക്കുമ്പോൾ മാത്രമല്ല. എന്നിട്ട് മലായികത്ത് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഏത് സംഗതി വന്നാലും അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ടെൻഷനാകേണ്ടതില്ല.
കാരണം ഇവിടെ ഏത് മുസീബത്ത് വന്നാലും അതിനൊക്കെ സ്വർഗം കിട്ടാൻ കാരണമാണ്. ഏത് മുസീബത്ത് വന്നാലും അതിന്റെ പേരിൽ ദോഷം പുറത്തു പോകുന്നതാണ്. ഏത് രോഗം വന്നാലും അതുകൊണ്ട് ദോഷം പുറത്തു പോകുന്നതാണ്. ഇവിടെ ഉണ്ടാകുന്ന മുസീബത്തുകളെല്ലാം ആഖിറത്തിലേക്ക് പ്രതിഫലമാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വബിശ്ശിറൂ ബിൽ ജന്ന. നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷമറിഞ്ഞോളൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ പോവുകയാണ്. അല്ലതീ കുന്തും തൂഅദൂൻ. നിങ്ങൾ സുബ്ഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചില്ലേ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചില്ലേ? നിങ്ങൾ മറ്റു പലരും കള്ളം പറയുമ്പോ സത്യം മാത്രം പറഞ്ഞില്ലേ? മറ്റു പലരും തോന്നിവാസം പറയുമ്പോ നിങ്ങൾ തോന്നിവാസം പറയാതെ നല്ലത് മാത്രം പറഞ്ഞില്ലേ? മറ്റിൽ പലരും അത് ആലിമീങ്ങളെ ചീത്ത പറയുമ്പോ നിങ്ങൾ ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞില്ലേ? നിങ്ങൾ തങ്ങന്മാരെ പലരും നിസ്സാരപ്പെടും, നിങ്ങൾ തങ്ങന്മാരെ ആദരിച്ചില്ലേ? നിങ്ങളതാ നല്ല കാര്യത്തിന് മാത്രം കൂട്ടുനിന്നില്ലേ? തെറ്റായ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നില്ലേ? നല്ലവരായി ജീവിച്ചില്ലേ? നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്. നഹ്നു ഔലിയാഉകും, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. മലക്കുകൾ പറയാണ്, നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളെ സഹായികളാണ്. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതത്തിൽ തന്നെ നിങ്ങളെ സഹായികളാണ് ഞങ്ങൾ. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ആര് സഹായിക്കാനില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ട്. അല്ലാഹുവിന്റെ മഹാന്മാരോട് മലക്കുകൾ പറയാണ്, വഫിൽ ആഖിറ, നിങ്ങൾ മരിച്ചങ്ങ് ചെന്നാൽ ആഖിറത്തിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, നിങ്ങൾ മരിച്ചങ്ങ് ചെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അവിടെ നിങ്ങൾക്കുണ്ട്. ആഖിറത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ എന്ത് വേണം? ഇവിടെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതണം, അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം, അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കണം. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ റബ്ബ് നിങ്ങൾക്ക് ഒരുക്കി വെച്ച അതേ സൽക്കാരങ്ങളാണ്. ആ സൽക്കാരം ലഭിക്കാൻ അല്ലാഹു കൽപ്പിച്ചതെടുത്തും അല്ല വിരോധിച്ചതൊഴിച്ചും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി അഹങ്കാരം മനസ്സിൽ തോന്നാതെ, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, എല്ലാവരും നന്നാകണമെന്ന ചിന്തയിൽ ഖൽബൊന്ന് നന്നാക്കി ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ഞാൻ എന്റെ വാക്കുകൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വലിയ കറാമത്തുകൾ കണ്ട മഹാനല്ലേ. പക്ഷേ റിഫാഈ ശൈഖ് തങ്ങൾക്ക് എതിരാളികളുണ്ടായി. റിഫാഈ ശൈഖ് ഒരു തെറ്റും ചെയ്തത് കൊണ്ടല്ല. റിഫാഈ ശൈഖ് തങ്ങൾ സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞപ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയെ വിശ്വസിച്ചപ്പോൾ, മഹാനവറുകളെ പിന്നിൽ ധാരാളം ശിഷ്യന്മാർ അണിനിരന്നപ്പോൾ, മഹാനായ റിഫാഈ ശൈഖ് തങ്ങളോട് അസൂയയുണ്ടായി. അസൂയ ഉണ്ടായതാർക്കാണ്? അസൂയ ഉണ്ടായത് മറ്റാർക്കുമല്ല, പണ്ഡിതന്മാർക്ക് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്നൊരു പണ്ഡിതൻ റിഫാഈ ശൈഖ് തങ്ങളെ വളരെ ആക്ഷേപിച്ചുകൊണ്ടൊരു കത്തയച്ചു. അതിൽ റിഫാഈ ശൈഖിനെ ഒരു ചീത്തയും പറയാനില്ല. യാ അവരുടെ കോങ്കണ്ണ, റിഫാഈ ശൈഖിന് കോങ്കണ്ണൊന്നുമില്ല. റിഫാഈ ശൈഖിനെ വിളിച്ചത് ഓ കോങ്കണ്ണ എന്നാണ്. പിന്നെയോ ഐ ദജ്ജാൽ, എടാ ദജ്ജാലെ എന്നാ വിളിച്ചത്. റിഫാഈ ശൈഖ് ദജ്ജാലല്ല, റിഫാഈ ശൈഖ് അല്ലാഹുവിന്റെ ഖുതുബാണ്. പക്ഷേ വിളിച്ചത് ദജ്ജാലെ എന്നാണ്.
ഐ മുബ്തദിഉ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതം മുഴുക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം ഒഴിച്ചു വെച്ച ആളാണ്. പക്ഷേ വിളിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി എന്നാണ് വിളിച്ചത്, സുന്നി വിരോധി എന്നാണ് വിളിച്ചത്, ബിദ്അത്തുകാരനായെന്നാണ് വിളിച്ചത്. പിന്നെ വിളിച്ചത് ഇമാമം ജമഅ ബൈന റിജാലി വന്നിസാ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ കൂട്ടിക്കലർത്തി ഒരുമിച്ച് കൂട്ടിയ മനുഷ്യ എന്ന് വിളിച്ചു. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖ് പറഞ്ഞല്ലോ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടണോ? പറഞ്ഞിട്ടില്ല, അതിനനുകൂലിച്ചിട്ടുമില്ല. പക്ഷേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത് അങ്ങനെയാണ്, യാ മൻ ജമഅ ബൈന റിജാലി വന്നിസാ. അങ്ങനെ വിളിച്ച് എത്രത്തോളം വിളിച്ചു എന്നറിയോ? ഹത്താ ദക്കറൽ കൽബ മിനൽ കൽബ്. സുബ്ഹാനല്ലാഹ്. കൽബിന്റെ മകൻ കൽബേ. ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയാ, കൽബിന്റെ മകൻ കൽബേ എന്ന് വിളിച്ചു. എല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്തുകൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എന്താ മോനെ കൽബിന്റെ അർത്ഥം? കൽബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലല്ലേ പഠിക്കുന്നത്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലൊക്കെ അറബി ഭാഷയാണ് പഠിപ്പിക്കുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലല്ലേ പഠിക്കുന്നത്? കൽബ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തൊട്ടാല് 7 പ്രാവശ്യം കഴുകുന്ന സാധനം അല്ലേ? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന സാധനം, അതിന്റെ പേരാണ്, ഇരുന്നോളി, അതിന്റെ പേരാണ് കൽബ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന ജീവിന്റെ പേരെന്താണ്? ഞാനത് പറയൂല. ഞാൻ പറയാത്ത എന്താ അറിയോ? ക്ലിപ്പിങ്ങിന്റെ കാല. ഞാനിപ്പോ അതിന്റെ അർത്ഥം വെച്ചാൽ ആരെങ്കിലും ഒരാൾ എന്ത് ചോദിച്ചാൽ ഇത് റിഫായി ശൈഖിന്റെ എതിരാളിയായ ഇബ്രാഹിം ബുസ്തി എന്ന പണ്ഡിതൻ എഴുതിയതാണ് കത്ത് എന്നതൊക്കെ അങ്ങോട്ട് കട്ടിട്ട് എല്ലാം അങ്ങോട്ട് മുറിച്ചിട്ട് ഞാൻ അതിന്റെ അർത്ഥം വെച്ച അർത്ഥം മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് ചിലപ്പോൾ ചാനലിൽ കൊടുക്കും. പറയും പേരോടിന് തീരെ സംസ്കാരമില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഒന്നും പറഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം പറയുന്നില്ല. അർത്ഥങ്ങൾ നാട്ടിൽ പോയിട്ട് ചോദിച്ച് പഠിച്ചോളി, അറിഞ്ഞൂടാത്തവർ. കൽബിന്റെ മകൻ കൽബേ എന്ന് വരെ റിഫായി ശൈഖിനെ വിളിച്ചു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രകോപിപ്പിക്കുന്ന ധാരാളം വാചകങ്ങൾ കത്തിലെഴുതി. ഈ കത്ത് മുഴുവനും വായിച്ചു കേട്ടപ്പോ റിഫായി ശൈഖ് തങ്ങൾ എന്ത് പറഞ്ഞു? ഫലസ്തു ഉബാലിമൻ റമനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഗൈറ മുരീബി. എന്നെ ആളുകൾ എന്ത് സംശയിച്ച് എഴുതിയാലും പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ സംശയിക്കാത്തവനായാൽ മതി, അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയർ ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി എഴുതുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവരും കുറച്ച് മുന്നോട്ടിരുന്നോളി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ചീത്ത പറഞ്ഞ് കത്തെഴുതിയ പണ്ഡിതന് പകരം മറുപടി പറയുന്നത് എന്താണ്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതേ അമ്മാ ഖൗലുക്കല്ലദീ ദകർതഹു, നിങ്ങൾ പറഞ്ഞ വാചകമുണ്ടല്ലോ, നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞതുണ്ടല്ലോ, എന്നെ അല്ലാഹു തആല ഉദ്ദേശിച്ചതുപോലെ പടച്ചു, അല്ലാഹ് എന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് താമസിപ്പിച്ചു, എല്ലാം എന്റെ റബ്ബ് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ ചീത്ത പറഞ്ഞ് കത്തെഴുതിയ പണ്ഡിതന് കൊടുക്കുന്ന മറുപടി, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് മനസ്സിന് വിഷമമുള്ള വല്ലതും എന്നിൽ നിന്ന് സംഭവിച്ചെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ. റിഫായി ശൈഖ് തങ്ങളെ ഈ കത്ത് കണ്ടപ്പോ ഇശല് കേട്ടേ കത്തൊന്ന് ഇബ്രാഹിം എന്നോവർ
എഴുതി കൊടുത്താരേ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മറുഹത്ത് നോക്കി വശം നോക്കി ഞാൻ അറിഞ്ഞില്ല ഞാനിവർ പോരീശായെന്നോവർ. ഈ മാനമായ മറുപടി കിട്ടിയപ്പോ ആ പണ്ഡിതൻ ചിന്തിച്ചു, ഇതല്ലേ മഹാൻ, ഞാൻ ഇത്രയും ചീത്ത പറഞ്ഞിട്ടതിന് മറുപടി പറയാതെ, ദേഷ്യം പിടിക്കാതെ, ശപിക്കാതെ, കുറ്റം പറയാതെ, പ്രകോപിതനാകാതെ എന്നോട് ദുആർക്കാൻ പറയല്ലേ ചെയ്തിട്ടുള്ളത്. ഇതല്ലേ മഹാനായ പണ്ഡിതൻ, ഇതല്ലേ ഇഖ്ലാസുള്ള പണ്ഡിതൻ, ഇതല്ലേ ഉഖ്റവിയായ മഹാൻ. അതുകൊണ്ട് ഞാനാണ് മോശക്കാരൻ എന്ന് മനസ്സിലാക്കി ആ ചീത്ത പറഞ്ഞ പണ്ഡിതൻ വന്ന് പൊരുത്തപ്പെടിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതാ അല്ലാഹു തആല പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്തിഖാമത്തോടുകൂടെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹു കൽപ്പിച്ചതെടുത്ത് അല്ലാഹു വിരോധിച്ചതൊഴിച്ചുകൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കണം. അവിടെയാണ് മനുഷ്യന്റെ പവർ. അത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി ജീവിക്കുമ്പോൾ സാധിക്കുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഉസ്മാൻ ഹിമിരി എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതനുണ്ടായി. മൂപ്പര് ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ മൂപ്പര് കൂടെ തന്നെ പോയി. വീട്ടിന്റെ സമീപത്തെത്തി. വീട്ടിന്റെ അടുത്തെത്തിയപ്പോ, ഇത് പ്രസംഗം നിർത്തണമെന്നല്ല, നിങ്ങളാരും നോക്കണ്ട, ഇതിലുള്ള എന്തറിയോ, സൂറത്തുൽ ഹുജറാത്ത് DVD സാസിൽ വിതരണം ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രസംഗം നടത്തിയ DVDകളുടെ അതിലൊന്നാണ് സൂറത്തുൽ ഹുജറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനാണ്. വേറെ കുറെ സംഗതികളും അതിൽ വേറെ ഉണ്ട്. അത് പാറക്കടവിൽ വെച്ച് പ്രസംഗിച്ചതാ. പാറക്കടവ് ഇപ്പൊ എല്ലാവർക്കും വേഗം മനസ്സിലാവും. സിറാജുൽ ഹുദന്റെ കീഴിലുള്ള ഒരു ശാഖയാണ് പാറക്കടവ്, ദാറുൽ ഹുദ. അവിടെ വെച്ച് പ്രസംഗിച്ചതാണ്. ഇക്കൊല്ലം 3 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. സാധാരണ 2 ദിവസം പ്രസംഗിക്കും. അവിടുന്ന് പ്രസംഗിച്ച് തീരാത്ത കൊണ്ട് ഇതിന് വേറെയും പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ DVD എല്ലാവർക്കും കിട്ടും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ വലിയ മഹാനായ പണ്ഡിതനെ ഒരാൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അപ്പൊ മൂപ്പര് പോയി വീട്ടിന്റെ ഗേറ്റിന്റെ അടുക്കൽ എത്തിയപ്പോ വിളിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കേട്ടണ്ട, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളിന്ന്. എങ്ങനെ ഒരാളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക, പൊരേന്റെ അടുത്തെത്തിയപ്പോ പറയാം, ഉസ്താദേ, എനിക്ക് ഇപ്പൊ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കേട്ടണ്ട, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളിന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മക്ക് ദേഷ്യം പിടിക്കാൻ എന്താ വേണ്ടി വരുമോ? ഇവർക്കൊന്നും പറയാതെ മടങ്ങിയങ്ങ് പോയി. ഇയാൾ ഏകദേശം നടന്ന് മൂപ്പര പൊരന്റെ അടുത്തെത്തി. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിപ്പോയിട്ട് പറഞ്ഞു, ഉസ്താദേ, നദിംതു, ഞാൻ ഖേദിച്ചു, നിങ്ങളെ മടക്കിയച്ചേരി ഞാൻ വലിയ ഖേദത്തിലാണ്. എനിക്കങ്ങനെ സംഭവിച്ചു പോയതാണ്. നിങ്ങളൊന്നും എന്റെ വീട്ടിൽ വരാണ്ട് യാതൊരു നിർവാഹമില്ല, എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല, എന്തായാലും വരണമെന്ന്. മൂപ്പര് രണ്ടാമത് പിന്നെയും വന്നു. പൊരേന്റെ ഗേറ്റിന്റെ അടുത്ത് ചെറുപ്പക്കാരൻ, ഉസ്താദേ, ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കയറ്റണ്ടെന്നാ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളി. മൂപ്പര് മടങ്ങി അങ്ങോട്ട് പോയി അങ്ങ് മൂപ്പര വീട്ടിന്റെ അടുത്തെത്തിയോ. പിന്നെ ഇവൻ പോയിട്ട്, ഉസ്താദേ, 2 പ്രാവശ്യം ഞാൻ ചെയ്ത് മഹാമോശമായി പോയി, നിങ്ങൾ എന്തായാലും വരണമെന്ന്. മൂപ്പര് വീണ്ടും വന്നു. അങ്ങനെ 4 പ്രാവശ്യം ചെയ്തു. 4 പ്രാവശ്യം മൂപ്പര് വരികയും ചെയ്തു, പോവുകയും ചെയ്തു. അവസാന ചെറുപ്പക്കാരൻ, ഉസ്താദേ, പൊരുത്തപ്പെടണം, ഞാൻ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട് നോക്കിയതാ. നിങ്ങളൊരു ഉഖ്റവിയായ പണ്ഡിതനാണോ? നിങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട് നോക്കിയ. ദേഷ്യം പിടിക്കുന്നുണ്ടോ, ചൂടാകുന്നുണ്ടോ? അല്ല, നിങ്ങൾ ചൂടാകാതെ, ദേഷ്യം പിടിക്കാതെ, നിങ്ങൾ എത്ര ശല്യം ചെയ്താലും സഹിച്ച് സാബിരീങ്ങളിൽ പെടുന്നുണ്ടോ? ഇന്നല്ലാഹ മഅ സാബിരീന്നല്ലേ, ക്ഷമിക്കുന്നവരെ കൂടിയാണ് അല്ലാഹുന്നല്ലേ, നിങ്ങൾ അതിൽ പെടുന്നുണ്ടോ നോക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ വല്ലാത്ത സ്വഭാവം തന്നെയാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് മൂപ്പരെ ബഹുമാനം പറയാൻ തുടങ്ങി. അപ്പൊ മൂപ്പരെന്ന് അറിയോ, മോനെ, എന്റെ ബഹുമാനം ഒന്നും പറയണ്ട, ഈ സ്വഭാവം നായകൾക്കുള്ള സ്വഭാവമാണ്. നീ നല്ലൊരു മാംസത്തിന്റെ കഷ്ണം ഇങ്ങനെ പിടിച്ചിട്ട് നായിനൊന്ന് വിളിച്ചു നോക്ക്, നായി വരൂ. അടുത്തെത്തുമ്പോൾ തെളിച്ചോടിച്ചു നോക്ക്, അതങ്ങ് പോവും. പിന്നെയും പിടിച്ചിങ്ങനെ വിളിച്ചു നോക്ക്, പിന്നെയും വരൂ. പിന്നെ തെളിച്ചോടിച്ചു നോക്ക്, അങ്ങ് പോവും. പിന്നെ ഇങ്ങനെ മാംസം കാണിച്ച് വിളിച്ചാൽ നായി വരും, പിന്നെ അവനെ പോവും. അപ്പൊ നായക്കളുടെ ഒരു സ്വഭാവമാണ് എനിക്ക് നീ കണ്ട. അതിന് നീ എന്റെ മധു പറയേണ്ട ആവശ്യമുണ്ടോ? ഓ സുഹൃത്തുക്കളെ, മഹാന്മാരെ മനസ്സ് കണ്ടോ? അവരപ്പോഴും ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നില്ല, എന്റെ മനസ്സ് ക്ലിയർ ആണെന്ന് ആലോചിക്കുന്നില്ല.
അത് നായയുടെ സ്വഭാവമല്ലേ എന്ന് പറഞ്ഞ് അതങ്ങ് ചെറുതാക്കി കളയുകയാണ്. വാസ്തവത്തിൽ അത് നായയുടെ സ്വഭാവമല്ല, ഔലിയാക്കളെ സ്വഭാവമാണ്. ഔലിയാക്കളെ ചില സ്വഭാവം നായക്കുണ്ട്, അതിൽപ്പെട്ടതാണത്. നായന്റെ സ്വഭാവം ഇങ്ങോട്ട് പകർത്തിയതല്ല, നായ ഫോട്ടോകോപ്പി അങ്ങോട്ട് എടുത്തതാണ്. ഔലിയാക്കളെ ചില സ്വഭാവം നായകൾക്കുണ്ട്, അതിൽപ്പെട്ടതാണ്. ഔലിയാക്കൾ കുറഞ്ഞ ഭക്ഷണമേ കഴിക്കൂ, നായകളും കുറഞ്ഞ ഭക്ഷണമേ കഴിക്കൂ. അതുപോലെ തന്നെ നായകൾക്ക് ഉറക്ക് കുറവാണ്, ഔലിയാക്കൾക്ക് ഉറക്ക് കുറവാണ്, അധിക സമയം ഒരു ഇബാദത്തിലാണ്. അതേ നായക്കും ഉറക്ക് കുറവാണ്. നായക്ക് തീരെ കിബിറില്ല.